ക്രിയേറ്റേഴ്സ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലൊരു ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ സാറ്റിൻ ക്ലോത്ത് 4 മീറ്റർ എടുത്തിട്ടുണ്ട്. സെയിം അളവിൽ തന്നെ കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ 2.5 മീറ്റർ ഇതേപോലെ ത്രെഡ് വർക്ക് വരുന്ന നെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ യോക്കിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് ക്ലോത്തിനെ ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫോൾഡിങ് ഭാഗത്തു നിന്നായിട്ട് നമ്മളെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഒരു 6.5 ഇതേപോലെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് അതേ പോയിന്റിൽ നിന്ന് റിഗാളിൻ്റെ ലെങ്ത് ഒരു 7 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് ഒരു 10 ഇഞ്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് റിഗാളിൻ്റെ ഷേപ്പാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫ്രഞ്ച് സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലൊരു ഷേപ്പ് വരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചസ് ആണ്, അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഒരു 8.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെസ്റ്റും വേസ്റ്റും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് ഇതേപോലെ സീം അലവൻസ് ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു ഫോൾഡിങ് ഭാഗത്തു നിന്നായിട്ട് ഒരു 3 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം റിഗാളിൻ്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 1.5 നമ്മളെ യോക്കിൻ്റെ അടിവശത്തു നിന്നായിട്ട് ഇതേപോലെ മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു ഷേപ്പ് കൂടെ വരച്ചെടുത്തിട്ട് ആ വരച്ച ഭാഗത്തു കൂടെ കറക്റ്റായിട്ടൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ യോക്കിൻ്റെ പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പീസിലേക്ക് വെച്ചിട്ട്, അതായത് സാറ്റിൻ ക്ലോത്തിലേക്കും നെറ്റിലേക്കും ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം മെയിൻ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ക്ലോത്ത് നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വേണം മെയിൻ പീസും കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ അത്രയും പീസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. അപ്പോൾ റിഗാളിൻ്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 7 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 3.5 താഴോട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതേ പോയിന്റിലേക്ക് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് ഇതേപോലെ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ടുള്ള അതേ പോയിന്റിലേക്ക് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ഇത് നമ്മളെ റിഗാളിൻ്റെ ആ ഒരു ഷേപ്പാണ്. നെക്സ്റ്റ് നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത് ഒരു 19 ഇഞ്ചസ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു 5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റ്സ് ഒന്ന് ചേർത്ത് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മെയിൻ പീസിലും ഇതേപോലെ ലൈനിങ് ക്ലോത്ത് ചേർത്ത് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളർ ഷുഗറിനെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഫോൾഡിങ് ഭാഗത്തു നിന്നായിട്ടൊരു 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു 5.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ഇനി നമുക്കുള്ള ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം.
എന്നിട്ട് ഇതേപോലൊരു ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുള്ളത്. നെക്കൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഫ്രണ്ട് നെക്ക് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും ചെയ്യുന്നത്. ബാക്ക് നെക്ക് നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ 3 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് ബാക്ക് നെക്കിന്. അതേ മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബാക്കും ഫ്രണ്ടും നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ക്ലോത്തിലേക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് നെക്ക് മാത്രം ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇന്നർ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിലെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാനിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതാ ലൈനിങ് ക്ലോത്തും മെയിൻ പീസും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളിതേപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു സൈഡ് പീസ് കൂടെ ഒരു സെൻറ്റർ പീസിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, മറ്റേ സൈഡും അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ഇഞ്ചിൽ ഇതേപോലെ ഒരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് ആ ഒരു യോക്കിൻ്റെ പോർഷനിലായിട്ട് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നെക്ക് നമുക്ക് ഉള്ളോട്ട് മടക്കി ഒരു പ്രസ്സിങ് തയ്യൽ കൂടെ കൊടുക്കാം. അപ്പോൾ നെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ആ ഒരു 1 ഇഞ്ച് പീസ് എടുത്തിട്ട് സൈഡ് വശം ഒന്ന് ഫിനിഷ് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ വശം നമ്മളെ യോക്കിൻ്റെ പോർഷനിലോട് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പ്രസ്സിങ് തയ്യൽ കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നർ സിബ് വെക്കാനുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്നർ സിബ് വെക്കുന്ന വീഡിയോ ഞാൻ മുന്നേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് 1 സൈഡ് പ്രഷർ ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സൈഡ് പ്രഷർ ഫൂട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇന്നർ സിബ് വെക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ 1 സൈഡ് പ്രഷർ ഫൂട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സിബ് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു വശത്തായിട്ട് നമ്മൾ സിബ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വശം കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നർ സിബ് ചെയ്യുന്നത് കാണാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനലിൽ ഇന്നർ സിബ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഇന്നർ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ കറക്റ്റായിട്ട് നമ്മൾ ഇന്നർ സിബ് ചെയ്തെടുത്തിട്ടുണ്ട്.
ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഉള്ളോട്ട് കറക്റ്റായിട്ട് മടക്കി എന്നിട്ട് അതിലൊരു പ്രസ്സിങ് തയ്യൽ കൂടെ കൊടുക്കുക. അപ്പോൾ അതാ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ട് ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ പോർഷൻ ഏകദേശമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രൈഡൽ ഡ്രസ് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്ത് ആയതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ബാക്കി ഭാഗം കാണാൻ താല്പര്യമുള്ളവർ ബ്രൈഡൽ ഡ്രസ് പാർട്ട് 2, അതായത് നമ്മളെ ക്രിയേറ്റേഴ്സ് പോയിന്റ് എന്ന് പറഞ്ഞ ചാനലിൽ ബ്രൈഡൽ ഡ്രസ് പാർട്ട് 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.